ഓം ശാന്തി. പലപ്പോഴും ചെയ്യേണ്ടതും ചെയ്യേണ്ടാത്തതും തമ്മിൽ തിരിച്ചറിയാത്തതുകൊണ്ട് പല കാര്യങ്ങളും ചെയ്തു പോവുകയും പിന്നീട് ഇത് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ചെയ്യില്ലായിരുന്നു എന്ന് പലപ്പോഴും പശ്ചാത്തപിക്കാറുമുണ്ട്. അതുകൊണ്ട് നമ്മുടെ അറിവിലേക്കായിട്ട് അരുതാത്ത കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം തന്നെ ഇടയ്ക്ക് കയറി സംസാരിക്കരുതെന്നാണ്. രണ്ട് പേര് സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പലപ്പോഴും കുറച്ചറിയുന്ന ആളുകൾ, ഞാൻ ഒരു അനുഭവം ഓർത്തു പോകും. ഒരിക്കലൊരു IT പ്രൊഫസറുടെ കൂടെ ഒരു TV-യുടെ പുതിയ ചാനൽ തുടങ്ങിയത്, ഒരു പുതിയ ചാനൽ തുടങ്ങിയിട്ടേ ഉള്ളൂ. ആ ചാനലിൻ്റെ കമ്പ്യൂട്ടർ ഓഫീസിൽ ഞാൻ പോകാനുള്ളതായിരിക്കുന്നൊരു അവസരം ഉണ്ടായിരുന്നു. ഈ IT പ്രൊഫസർ ഒത്തിരി കമ്പ്യൂട്ടർ നോളജും തൻ്റെ ലൈഫിൽ ഒരു വലിയ പൊസിഷനിലുള്ള ആളാണ്. ഞാൻ പേരെടുത്ത് പറയുന്നില്ലെന്ന് മാത്രം. അദ്ദേഹവും ഞാനും കൂടിയിട്ട് ഒരു ചാനലിൻ്റെ കുറച്ച് വീഡിയോസിനെ കുറിച്ച് അല്ലെങ്കിൽ കുറച്ച് പാട്ടിനെ കുറിച്ചൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി പോയതായിരുന്നു. ഞങ്ങൾ അവിടെ സംസാരിക്കാൻ തുടങ്ങിയപ്പോഴേക്കും തന്നെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്ന ആളിങ്ങനെ നിർത്താണ്ട് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഏറ്റവും അവസാനം ഞാൻ ഇയാളോട് ചോദിച്ചു, ബൈക്ക് അറിയോ, ഈ ഇരിക്കുന്നത് ആരാണെന്നറിയോ? ഇദ്ദേഹം ഇന്ന സ്ഥലത്തെ IT പ്രൊഫസറാണ് എന്ന്. അറിയാതെ അയാളുടെ കസേരയിൽ നിന്ന് അങ്ങ് പൊന്തിപ്പോയി. അയാൾ ഇരിക്കുന്നവർന്ന് എഴുന്നേറ്റ് പോയി. സ്വന്തം അനുഭവമാണ് ഞാൻ പറയുന്നത്. സപ്പോസ് ഇടയ്ക്ക് കയറിയ നിങ്ങൾ അങ്ങനെയല്ല ഇങ്ങനെയാണ് പറഞ്ഞാൽ അതോടുകൂടിയിട്ട് അവിടെ നോളജ് അറിവില്ലാത്തതായി മാറുകയുള്ളൂ. അവിടെ കുറച്ചറിയുന്ന ആളുകളാണെങ്കിൽ കുറച്ചറിവുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി ആരെങ്കിലും സംസാരിക്കുമ്പോഴേക്കും ഇതങ്ങനെയല്ലേ അതിങ്ങനെയല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവനവൻ്റെ വാക്കുകൾ കൊണ്ട് ഞാൻ എല്ലാം അറിയുന്നവനാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നതും കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകൾ അധികം വൈകാതെ അവരെ ഒന്നും അറിയില്ല എന്നുള്ള കാര്യം മറ്റുള്ളവർ അറിയുമോ എന്നുള്ളതായിട്ടുള്ള പേടി കൊണ്ട് ടെൻഷൻ അനുഭവിക്കുന്നതും കാണാറുണ്ട്. അതുകൊണ്ട് ബെറ്റർ ഐഡിയ, ആരെങ്കിലും എന്തെങ്കിലും കാര്യം സംസാരിക്കുന്നുണ്ടെങ്കിൽ ഒരു ശ്രോതാവിനെ പോലെ കേൾക്കുന്നതും ഒരു വലിയ കല തന്നെയാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ച് എന്ത് പറയണമെന്ന് കേൾക്കുക. ആരിൽ നിന്നുള്ള ഏത് പോയിൻ്റാണ് നമുക്ക് നമ്മുടെ നോളജിൻ്റെ പകിട്ട് കൂട്ടുന്നതെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നല്ലൊരു ശ്രോതാവുന്നത് ഒരു വിജയിക്ക് വേണ്ട കലയാണ്. അതുകൊണ്ട് ഒരിക്കലും രണ്ട് പേര് സംസാരിക്കുകയാണെങ്കിൽ, എന്തെങ്കിലും ഒരു കാര്യം മറ്റുള്ളവർ സംസാരിക്കുകയാണെങ്കിൽ നമ്മുടെ അറിവിനെ പ്രകടിപ്പിക്കാൻ വേണ്ടി ഇടയ്ക്ക് കയറി പറയുക എന്നതൊരിക്കലും നല്ല സ്വഭാവമല്ല. അത് നമ്മൾ ഒഴിവാക്കിയിരിക്കണം. പിന്നെ മറ്റൊന്ന് ഗോസിപ്പ്. നമ്മുടെ ഉള്ളിൽ ഏറ്റവും അധികം ലൈഫിൽ നഷ്ടം ഉണ്ടാക്കുന്നൊരു കാര്യം അവരെങ്ങനെ ഇവരിങ്ങനെ. പലപ്പോഴും ക്ലോസ് ആയിട്ടുള്ള ആളുകൾ, ബന്ധുക്കൾ ഒത്തുചേർന്നാൽ, ഫ്രണ്ട്സ് ഒത്തുചേർന്നാൽ, കൂട്ടം കൂടിയാലൊക്കെ ആളുകളുടെ സംസാരം അവരെക്കുറിച്ച് ഇവരെക്കുറിച്ച് അവിടെ എങ്ങനെ പറഞ്ഞു ഇവരിങ്ങനെ പറഞ്ഞു, അവരത് ചെയ്തു ഇവരിത് ചെയ്തു. എന്തിനു സമയം വ്യർത്ഥാക്കണം? നമ്മുടെ ലൈഫിലെ വലിയ നഷ്ടം ഉണ്ടാക്കുന്നൊരു സാധന നിങ്ങൾക്കറിയോ, നമ്മുടെ വൈബ്രേഷൻ. അത്തരം കാര്യങ്ങൾ നിങ്ങൾ ആശയവിനിമയത്തിൽ ഉൾപ്പെടുത്തുമ്പോൾ, അത്തരം ചർച്ചാ വിഷയങ്ങൾ നമ്മൾ മുഴുകി നമ്മുടെ സമയം കളയുമ്പോൾ ചിരിച്ചും കളിച്ചും തമാശയായി നമ്മൾ കടന്നു പോകുന്നുണ്ടാവും. പക്ഷെ നിങ്ങളുടെ എനർജിയിൽ, ഓറയിൽ, ഉപബോധ മനസ്സിൽ എല്ലാം ഒരുപാട് നെഗറ്റീവായിരിക്കുന്ന ഇൻഫർമേഷൻ നിങ്ങളുടെ ഊർജ്ജത്തെ നഷ്ടപ്പെടുത്തുകയും ജീവിതത്തിൽ നിങ്ങൾക്ക് തന്നെ വലിയ നഷ്ടങ്ങൾ വരുത്തി വയ്ക്കുകയും ചെയ്യും. അതുകൊണ്ട് ഗോസിപ്പ് ഒരിക്കലും നല്ലതല്ല. അതിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കണം. ഇനിയിപ്പോൾ അവരടുത്തത് പറയാൻ പറ്റില്ല, നിങ്ങൾക്കത് പറയണ്ടെന്ന് പറയാൻ പറ്റില്ലേ, ഒഴിഞ്ഞു മാറി പോയിക്കോളൂ, എന്നാലും അതിൽ പങ്കെടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യം. പിന്നെ മൂന്നാമത്തെ കാര്യം പൊങ്ങച്ചം. ഇതൊക്കെ എല്ലാവർക്കും അറിയാം. എന്നിരുന്നാൽ പോലും നമ്മൾ ഇങ്ങനെയാണ്, ഞാൻ അങ്ങനെ, ഞാൻ ഇങ്ങനെ, എൻ്റെ വീട് അങ്ങനെ, അവരെ വീട് ഇങ്ങനെ സ്വയം അവനവനെ എന്തൊക്കെയോ ആണെന്ന് കാണിക്കാൻ വേണ്ടി പറഞ്ഞ് സമയം വരുമ്പോൾ ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് മാറുന്നതിനേക്കാൾ എത്രയോ നല്ലത് നമ്മുടെ അടുത്ത് എന്തുണ്ടോ അതവിടെ ഉണ്ട്. നമുക്ക് സമയം വരുമ്പോൾ ചെയ്ത് കാണിക്കൂ. അല്ലാതെ പൊങ്ങച്ചം ഒരിക്കലും ഒരു മനുഷ്യനും ശോഭയല്ല. അത് പറയാനായിട്ട് നിൽക്കരുത്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വൈകി തുടങ്ങാതിരിക്കുക. ഏറ്റവും നല്ലത്, നമ്മൾ നേരത്തെ ഒരു വീഡിയോയിലും പറഞ്ഞിരുന്നു, ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, വൈകി എഴുന്നേൽക്കാതിരിക്കൂ. നേരത്തെ എഴുന്നേൽക്കുന്നവർക്ക് ശാന്തമായ മനസ്സോടെ തൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്കും തന്നെ നമ്മുടെ മനസ്സാകെ വറിയായി. വൈകിപ്പോയി നമുക്കറിയാം. മനസ്സ് വറിയാവുന്നതോട് കൂടിയിട്ട് കാര്യങ്ങളെല്ലാം കുറച്ചും കൂടെ കുഴഞ്ഞു മറിയും. അതോടെ കുറച്ചും കൂടെ കാര്യം മോശമാവുകയുള്ളൂ, നന്നാവില്ല. അതുകൊണ്ട് കഴിയുന്നത്രയ്ക്ക് നിങ്ങൾ നേരത്തെ തുടങ്ങുക, അല്ലെങ്കിൽ സമയത്തിന് തുടങ്ങുക. വൈകി തുടങ്ങുക എന്നൊരു ശീലത്തിനെ ഒഴിവാക്കണം. പിന്നെ പല ആളുകളും താൻ VIP ആവാൻ വേണ്ടി പറയുന്നൊരു വാക്കുണ്ട്, സമയമില്ല നിങ്ങൾ പറയരുത്. കാരണം സമയമില്ല എന്ന് പറയുന്നതോട് കൂടിയിട്ട് നിങ്ങളെ തന്നെ മൂല്യത്തിന്, നമ്മുടെ ഉപബോധ മനസ്സിനൊക്കെ നമ്മൾ തന്നെ കൊല്ലുകയാണ് ചെയ്യുക.
അതുകൊണ്ട് എല്ലാത്തിനും സമയം എന്ന് പറയുന്നത് 24 മണിക്കൂറാണ്. ഇത്രയധികം നേട്ടങ്ങൾ ഉണ്ടാക്കിയ ആളുകൾക്കും 24 മണിക്കൂറാണ്, നമുക്കും 24 മണിക്കൂറാണ്. സമയത്തെ മാനേജ് ചെയ്താൽ നമുക്ക് ഏതൊരു കാര്യം ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് എനിക്ക് സമയമില്ല എന്നൊരു വാക്ക് നിങ്ങൾ പറഞ്ഞേക്കരുത്. എന്തും നമുക്ക് ചെയ്യാം, ഏതൊരു കാര്യത്തിനും സമയം കണ്ടെത്താം. പ്ലാൻ ചെയ്ത സമയം ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഇല്ല എന്ന് നമ്മൾ പറയരുത്. മറിച്ച് വേറൊരു കാര്യം എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞാൽ, അത് വേണ്ടിടത്ത് നോ പറയാനും പഠിക്കണം. ആരോടും ഇല്ല എന്ന് പറയില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ആരെന്ത് പറയുമ്പോഴും യെസ് യെസ് എന്ന് പറഞ്ഞാൽ എല്ലാവരും അവനവൻ്റെ കാര്യത്തിൽ നിങ്ങളെ പ്രതീക്ഷിക്കും. അവസാനം വരുമ്പോൾ എല്ലാവർക്കും നിങ്ങളോട് ദേഷ്യപ്പെടാനുള്ള നേരെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് എവിടെ നിങ്ങൾക്ക് നിവൃത്തിയില്ലാത്തതുണ്ടോ, പറയേണ്ടതുണ്ടോ, അവിടെ നോ പറഞ്ഞാൽ ഒരു ചെറിയ വിഷമേ ഉണ്ടാവുള്ളൂ, വലിയ വിഷമത്തിന് രക്ഷപ്പെടാം. നമ്മളെ സ്വയം സ്ട്രെസ്സിൽ നിന്ന് മുക്താക്കാം. അതുകൊണ്ട് നോ പറയേണ്ടിടത്ത് നോ പറയാനും നമ്മൾ പഠിക്കണം. പിന്നെ ഒന്ന്, ഭൂതകാലത്തിൽ ജീവിക്കാതിരിക്കുക. നമുക്കറിയാലോ, മരിച്ചുപോയ കുഴിമാടത്ത് തോണ്ടിയെടുത്തിട്ട് നമുക്കൊന്നും കിട്ടാനില്ല. അതുപോലെയാണ് ഭൂതകാലത്തിൽ ജീവിക്കുന്നത്. അവരെന്നോട് അങ്ങനെ പറഞ്ഞു, ഇവർ എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഇതെനിക്ക് മറക്കാനേ പറ്റില്ല, ഈ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ അവർക്ക് ഒത്തുചേരില്ല, ഇങ്ങനെയുള്ള വലിയ വലിയ പ്രതിജ്ഞകൾ നമ്മളെടുക്കുമ്പോൾ മറന്നു പോവുകയാണ്. കഴിഞ്ഞതെന്നും കഴിഞ്ഞതാണ്. അതുകൊണ്ട് കഴിഞ്ഞ കാലത്തിൽ ജീവിക്കാതെ പ്രസൻറ്റിൽ ജീവിക്കാൻ പഠിച്ചാൽ മാത്രമേ നമ്മുടെ ഫ്യൂച്ചർ നമുക്ക് വേണ്ടി ഒരു പ്രസൻറ്റ് കാത്തു വയ്ക്കുള്ളൂ. അതുകൊണ്ട് ലീവ് അറ്റ് പ്രസൻറ്റിൽ നമുക്കുള്ള സമ്മാനത്തെ സ്വീകരിക്കാൻ വേണ്ടി നമുക്ക് തയ്യാറാവുകയും ചെയ്യാം. മാത്രമല്ല, ഇമോഷൻസിൻ്റെ മേലെ കൺട്രോൾ ചെയ്യാൻ തയ്യാറാവണം. ആരുടെ മുന്നിലും നമ്മുടെ ഇമോഷൻസിനെ തുറന്ന് പ്രവഹിക്കാൻ അവസരം കൊടുത്താൽ പലപ്പോഴും നിങ്ങൾ പരിഹാസപാത്രമായിട്ട് മാറും. അതുകൊണ്ട് നമ്മുടെ ഇമോഷൻസിൻ്റെ മേലെ കൺട്രോളിങ്, നമ്മുടെ ഈ ഇമോഷൻസ് എന്നാണ് പറയുന്നത് തന്നെ അനിയന്ത്രിതമായി ഒഴുകി വരുന്ന ചാർജാണത്. അതിനെ നിയന്ത്രിക്കാൻ പഠിച്ചാൽ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും നേടാനാവും. വികാരത്തിന് മേലെ വിവേകം പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ വിജയിയാവാൻ നമുക്ക് സാധിക്കുള്ളൂ. അതുകൊണ്ട് ഈ കാര്യങ്ങളെ ജീവിതത്തിൽ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം. വിജയിയാവുന്ന സമയത്ത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഘടകങ്ങളാണ് ഇത്. ശ്രദ്ധാപൂർവം നമ്മുടെ ജീവിതത്തിൽ മാറ്റി നിർത്തിയാൽ നമുക്ക് പശ്ചാത്തപിക്കേണ്ട അവസരങ്ങൾ ഉണ്ടാകാതിരിക്കും. നിങ്ങൾക്കങ്ങനെ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.